ഹായ് ഓൾ, വെൽക്കം ടു KS ഓൺ. ഞാനിന്ന് വന്നിരിക്കുന്നത് ഡിഗ്രി പ്രിലിംസിന് ഫേസ് 3 നടന്ന ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനാണ്. നമ്മളത് മാത്സിൽ നിന്ന് വരുന്ന 10 ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. അതിൻ്റെ ബാക്കിയായിട്ട് മെൻ്റൽ എബിലിറ്റി, റീസണിങ് പാർട്ടിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, if ride is coded as 36 and dusk is coded as 39, then what will be the code of risk? ഇത് കോഡിങ് ഡീകോഡിങ് എന്നുള്ള ഏരിയ ആണല്ലേ, സിമ്പിൾ ആയിട്ടുള്ളതാണ്. ഇതിന് ഒന്നേ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് നമ്മുടെ ABC ഉണ്ടല്ലോ, ABCയുടെ നമ്പേഴ്സ് പഠിച്ചു വെക്കാൻ പറ്റുമെങ്കിൽ പഠിച്ചു വെച്ചേക്കുക. അല്ലെങ്കിൽ ആ ഒരു ടൈമിൽ ഒന്ന് എഴുതിയാലും മതി. ABCD അത് ആ ഒരു Z വരെ എഴുതി അതിൻ്റെ നമ്പേഴ്സ് 1 2 3 4 5 6 7 അങ്ങനെ നമ്പേഴ്സും കൂടെ നോട്ട് ചെയ്യുക. ചിലത് ഈ നമ്പേഴ്സ് ആയിട്ട് ഇങ്ങനെ വരുമ്പോൾ അതിൻ്റെ ആഡ് ചെയ്യുന്നതോ അല്ലെങ്കിൽ എന്തെങ്കിലും ആഡ് ചെയ്തിട്ട് ബൈ എടുക്കുന്നതോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും, നമ്പേഴ്സ് വെച്ചിട്ടായിരിക്കും എന്തെങ്കിലും കോഡ് ചെയ്തേക്കുന്നത്. അല്ലെങ്കിൽ ചിലത് ഇപ്പോൾ റൈഡ് ഈസ് കോഡഡ് ആസ് വേറൊരു ലെറ്റേഴ്സ് വെച്ചിട്ടാണെങ്കിൽ ഇപ്പോൾ ഫസ്റ്റ് ലെറ്റർ 6 ആണെങ്കിൽ 6 കഴിഞ്ഞ് 2 എണ്ണം, അങ്ങനെയൊക്കെ പലതരത്തിലുള്ള കോഡിങ്. അപ്പോൾ ഇത് നമ്മൾ എഴുതിയിട്ടുണ്ടെങ്കിൽ നമുക്ക് വളരെ എളുപ്പമാണ് കണ്ടുപിടിക്കാനായിട്ട്. ഓക്കെ, അപ്പോൾ അത് അവിടെ അങ്ങ് എഴുതിയിടുക. എന്നിട്ട് നമ്മൾ നോക്കുക. ഇപ്പോൾ നോക്കിയേ, റൈഡ് നിങ്ങളത് എഴുതിയിട്ട് ഇതിൻ്റെ വാല്യൂസ് ഒന്ന് കണ്ടുപിടിച്ചു. പഠിച്ചു വെച്ചേക്കുന്നവരാണെങ്കിൽ അത് ഓക്കെ. നിങ്ങൾ പഠിക്കാത്തവരാണെങ്കിൽ അത് പഠിക്കാൻ ശ്രമിക്കണം എന്നില്ല. A തൊട്ട് Z വരെ എഴുതിയ നമ്പേഴ്സ് മേളിൽ എഴുതിയാൽ മതി. ഓക്കെ, അപ്പോൾ ആറിൻ്റെ നമ്പർ എന്താ? ഇങ്ങനെ നമ്മൾ എഴുതിപ്പോയാൽ ആറിൻ്റെ നമ്പർ എന്ന് പറഞ്ഞാൽ 18 ആണ്, Iയുടെ നമ്പർ 9 ആണ്, Dയുടെ നമ്പർ 4 ആണ്, Eയുടെ നമ്പർ 5 ആണ്. ഇതെല്ലാം കൂടെ ഒന്ന് ആഡ് ചെയ്ത് നോക്കിയേ. എന്താണ് 18 + 9 + 9 18 36. കണ്ടോ, ഇതിൻ്റെ സമ്മാണ് ഈ കോഡ് ചെയ്തേക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഡെസ്കിൻ്റെ നോക്കാം, അതിൻ്റെ ആവശ്യമില്ല, അത് തന്നെ റിസ്ക് എന്നുള്ളതിൻ്റെ കണ്ടുപിടിച്ചോ അതായിരിക്കും. അല്ലെങ്കിൽ ഒന്നുകൂടെ നോക്കിയോളൂ, ഡെസ്കിൻ്റെ ഈ ലെറ്റേഴ്സ് എല്ലാം ആഡ് ചെയ്യുമ്പോൾ 39 കിട്ടുന്നുണ്ടോ എന്ന് നോക്കിയോളുക. അങ്ങനെയാണെങ്കിൽ റിസ്കിൻ്റെ കോഡാണ് ചോദിച്ചേക്കുന്നത്. അപ്പം എന്ന് പറയുമ്പോൾ 18 + Iയുടേത് 9 + Sൻ്റെത് 19 + Kയുടേത് 11. ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 57 എന്ന് വരും. ഓക്കെ, അപ്പം നമ്മുടെ ആൻസർ ഓപ്ഷൻ ബി ആണ്. ക്ലിയർ ആണോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ റോങ് നമ്പർ ഇൻ ദ ഫോളോയിങ് സീരീസ്. ഈ ഒരു സീരീസിലെ റോങ് ആയിട്ട് വരുന്ന ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നോക്കിയേ, ഒന്ന് നമ്മൾ ഈ സീരീസ് നോക്കുമ്പോൾ അതിൻ്റെ ഡിഫറൻസ് എടുത്ത് നോക്കാം. ആ ഒരു നമ്പേഴ്സ് പോയേക്കെന്ന് നോക്കുക. അതായത് ചെറുതിന്ന് തുടങ്ങി പെട്ടെന്ന് ഇൻക്രീസ് ചെയ്ത് പോകും അല്ലേ. അപ്പോൾ അവിടെ എന്തെങ്കിലും ഒരു മൾട്ടിപ്ലിക്കേഷൻ ആയിരിക്കുമോ എന്ന് ആലോചിക്കാം. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, 3നെ 3 × 3 ചെയ്തിട്ട് +1 ചെയ്തേക്കുവാണ് അല്ലേ, അതാണ് 10 കിട്ടിയേക്കുന്നത്. ഇനി അടുത്തത് 10നെയും വീണ്ടും 3 ചെയ്തിട്ട് +1 ചെയ്തേക്കുവാണ്, 31 അല്ലേ. ഇനി 31 × 3 +1 ചെയ്താൽ നമുക്ക് 93 + 1 94 ആണ് കിട്ടുന്നത്. പക്ഷെ അവർ 90 എന്നാണ് അവിടെ എഴുതിയേക്കുന്നത്. ഓക്കെ, ഇനി അടുത്തൊന്ന് ആലോചിച്ച് നോക്കിയാൽ 94 ആണെങ്കിൽ 94 × 3 +1 ഓക്കെ 12 282 + 1 283. അത് കറക്റ്റ് ആണ്. അപ്പോൾ ഏതാ തെറ്റ്? ഈ 90 ആണ് തെറ്റ് അല്ലേ, ഓപ്ഷൻ സി. ക്ലിയർ ആണോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അറ്റ് വാട്ട് ടൈം ബിറ്റ്വീൻ 4 and 5 will the hands of a clock be at right angle? 4നും 5നും ഇടയിൽ ഏത് ടൈമിലാണ് രണ്ട് ഹാൻഡ്സും റൈറ്റ് ആംഗിളിൽ വരുന്നതെന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, ഇപ്പം 12 1 4 മണി അല്ലേ, 4നും 5നും ഇടയിൽ. അപ്പം 4നും 5നും ഇടയിൽ 4 ചെറിയ സൂചി ഇവിടെയും വരും. അതേപോലെ തന്നെ ഇങ്ങനെ വരാം അല്ലേ, 90 ഡിഗ്രി. അതായത് ഇത് 30 30 60 16 30 90 അല്ലേ. അല്ലെങ്കിൽ ഇങ്ങനെ വരാം 7ൽ, ഇവിടെയും 4ന് 30 60 90 അല്ലേ. അപ്പോൾ അത് ഏതാണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു ചോദ്യം വന്നാൽ എന്ത് ചെയ്യാം? നമുക്കറിയാം 4 മണി കഴിഞ്ഞിട്ടുള്ളൊരു സമയമാണെന്ന് അറിയാം. അത് കഴിഞ്ഞിട്ടുള്ള ആൻസർ ആണ് നമുക്ക് വേണ്ടത്. അത് ചെയ്യണം. അതായത് എന്താണ് ചോദിക്കുന്നത്? 4നും 5നും ഇടയിൽ റൈറ്റ് ആംഗിൾ വരുന്നത്. അപ്പോൾ 2 സമയമുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ ഇക്വേഷൻ ഇങ്ങനെയാണ് വരുന്നത്, 60A ± 3/11. അതായത് ഒന്നുമില്ല, ഞാൻ പറഞ്ഞില്ലേ, ഈ A എന്ന് പറഞ്ഞാൽ എന്താ? ആദ്യം തന്നിരിക്കുന്ന സമയം 4ന്റെ കൂടെ 3 3 പുറകിലോട്ടോ അല്ലെങ്കിൽ 3 മുന്നിലോട്ടോ എടുക്കുക. ഒന്നി 4 5 കഴിഞ്ഞിട്ട് ഉള്ളൊരു സമയം, അല്ലെങ്കിൽ 4 7 എന്ന് പറയുമ്പോൾ 35 അല്ലേ, 4 35 കഴിഞ്ഞിട്ട് വരുന്ന ഒരു സമയം.
ഓക്കെ, അപ്പൊ ഇവിടെ വന്നേക്കുന്നത് എന്തായാലും 38. ഇപ്പൊ 7 കഴിഞ്ഞിട്ടുള്ള, അതായത് പ്ലസ് ചെയ്തിട്ടുള്ളതാണ്, 4 + 3 ആണ് അല്ലെ. 5 കഴിഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ ഇവിടെ കിടപ്പില്ല. അപ്പൊ 35 കഴിഞ്ഞിട്ടുള്ളതായിരിക്കും അല്ലെ. അപ്പൊ ഇതൊന്ന് പഠിച്ചു വെച്ചേക്കുക. എന്താണ്, രണ്ട് സമയം തന്നിട്ട് അതിനിടയിൽ എപ്പോഴാണ് റൈറ്റ് ആംഗിളിൽ വരിക എന്ന് ചോദിച്ചാൽ ഈ ഇക്വേഷൻ പഠിച്ചു വെച്ചേക്കുക. അതായത് നമുക്കറിയാം ഈ ആദ്യം തന്നിരിക്കുന്ന സമയം കഴിഞ്ഞിട്ടുള്ള 4 മണി സംതിങ് ആണ് വരുന്നത് അല്ലെ. അപ്പൊ ഇവിടെ എന്ത് വരും എന്നുള്ളത് കണ്ടുപിടിക്കാനായിട്ട് 60 × a ± 3/11 ആണ്. അതായത് ഈ രണ്ട് സമയത്തിലും 90 ഡിഗ്രി ആയിരിക്കും വരുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ വേണ്ടത് ഒരെണ്ണം വരുന്നത് 60 × a+3 എന്താണ് 4ന്റെ കൂടെ 3 കൂട്ടുക അല്ലെ. അതായത് ഈ സമയം വേണം കൂട്ടാൻ. 1 2 3 7 അല്ലെ. സോ × 7/11 അത് ചെയ്താൽ ഒരു ആൻസർ കിട്ടും. ആ ആൻസർ പെർപെൻഡിക്കുലർ ആയിരിക്കും. അല്ലെങ്കിൽ 60 × a - 3, അതായത് 4ൽ നിന്ന് 3 എണ്ണം അങ്ങോട്ട് മൈനസ് ചെയ്യുക, അതായത് 1 മണി അല്ലെ. ദാറ്റ് ഈസ് 60 × 1/11 ഏതെങ്കിലും ഒന്നായിരിക്കും. അപ്പൊ നമ്മുടെ ഓപ്ഷൻ വരുന്ന ഏതാണ്, ഈ 7 അല്ലെങ്കിൽ 35 കഴിഞ്ഞിട്ടുള്ളത്. അപ്പൊ ഈ ഒരു സമയമാണ് നമ്മൾ എടുക്കേണ്ടത്. ദാറ്റ് ഈസ് 420/11 ചെയ്തോളുക. ഡിവൈഡ് ചെയ്ത് 420 / 11, 3 33, 12 90, then എന്താ 8 വരും, 88 2, that is 438 ആൻസർ എഴുതുക. then റിമൈൻഡർ എഴുതുക, ഡിവൈസർ എഴുതുക. 38 2/11 ക്ലിയർ അല്ലേ. ഈ 420/11 നമ്മൾ എഴുതുന്ന ഇങ്ങനെയാണ്, 38 2/11. സോ എന്താണ് വരാൻ, 38 2/11 മിനിറ്റ്സ് പാസ്റ്റ് 4. ഓപ്ഷൻ ബി വരും. ക്ലിയർ അല്ലേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The calendar for the year 2025 will be the same for the year 2025 കലണ്ടർ ഇനി ഈ തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഏത് വർഷവുമായിട്ടാണ്, അതായത് സിമിലർ ആയിട്ട് വരുന്നതാണ്. ഇങ്ങനെ ഒരു ചോദ്യം, അതായത് ഒരു വർഷം തന്നിട്ട് ഇനി ഇതേ കലണ്ടർ ഏത് വർഷമാണ് വരുന്നതെന്ന് ചോദിച്ചാൽ ചെയ്യാനുള്ള സ്റ്റെപ്പ് ശ്രദ്ധിക്കുക. തന്നിരിക്കുന്ന വർഷത്തിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് റിമൈൻഡർ കണ്ടുപിടിക്കുക. ക്ലിയർ ആണോ. തന്നിരിക്കുന്ന വർഷത്തിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് റിമൈൻഡർ കണ്ടുപിടിക്കുക. അതിന്റെ റിമൈൻഡർ നമുക്ക് ഒരു നമ്പറിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്കറിയാം അതിന് ഏതൊക്കെ റിമൈൻഡർ വരാൻ സാധ്യതയുള്ളൂ. ഒന്നിൽ 0 വരാം, അല്ലെങ്കിൽ 1 വരാം, അല്ലെങ്കിൽ 2ഓ 3ഓ. ഈ 4 റിമൈൻഡേഴ്സേ വരാനുള്ള സാധ്യതയുള്ളൂ. മനസ്സിലായോ. അപ്പൊ തന്നിരിക്കുന്ന വർഷത്തിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് റിമൈൻഡർ കണ്ടുപിടിക്കാം. ഇനി ഈ ഒരു നമ്പറിനെ മൊത്തത്തിൽ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതിന് പകരം അവസാനത്തെ 2 അക്കത്തിനെ മാത്രം ഡിവൈഡ് ചെയ്താൽ മതി അല്ലെ. അത് 4ന്റെ ഡിവിസിബിലിറ്റി റൂൾ നമ്മൾ പഠിക്കുന്നതാണ്. അതായത് ഒരു നമ്പർ 4 കൊണ്ട് ഡിവിസിബിൾ ആണോ നോക്കാൻ എന്താ ചെയ്യുന്നത്, ലാസ്റ്റ് 2 ഡിജിറ്റ് 4 കൊണ്ട് ഡിവിസിബിൾ ആണോ നോക്കും. അതേപോലെ 2025നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കിട്ടുന്ന റിമൈൻഡർ തന്നെ ആയിരിക്കും ലാസ്റ്റ് 2 ഡിജിറ്റ് എടുത്ത് നമ്മൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താലും കിട്ടുന്നത്. അത് നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി. നിങ്ങൾ ഈ ഒരു ഇതിനെ ഫുൾ ആയിട്ട് ഡിവൈഡ് ചെയ്താൽ ഇപ്പൊ 520 വരും അല്ലെ റിമൈൻഡർ. ദെൻ അവിടെ 0 വന്നു, അപ്പൊ 2 മാത്രം ഇറങ്ങിയപ്പോ 0 ഇട്ടു, 5ഉം കൂടെ കൊടുത്തു. ദാറ്റ് ഈസ് എന്ത് വരും, 6 വരും, 24 1 വരും അല്ലെ. 25നെ മാത്രം ഡിവൈഡ് ചെയ്താലും നമുക്ക് റിമൈൻഡർ എന്ത് വരും, 1 വരും അല്ലെ. അപ്പൊ റിമൈൻഡർ കണ്ടുപിടിക്കുക. അപ്പൊ റിമൈൻഡർ 0 ആണെങ്കിൽ ചെയ്യേണ്ടത് തന്നിരിക്കുന്ന വർഷത്തിന്റെ കൂടെ 28 ആഡ് ചെയ്യുക. മനസ്സിലായി. തന്നിരിക്കുന്ന വർഷത്തിന്റെ കൂടെ 28 ആഡ് ചെയ്യുക. ഇനി 1 ആണ് കിട്ടിയതെങ്കിൽ തന്നിരിക്കുന്ന വർഷത്തിന്റെ കൂടെ 6 ആഡ് ചെയ്യുക. ഇനി 2ഓ 3ഓ ആണെങ്കിൽ, അത് രണ്ട് ഏതെങ്കിലും ഒന്നാണ് വരുന്നതെങ്കിൽ എന്ത് ചെയ്യണം, തന്നിരിക്കുന്ന വർഷത്തിന്റെ കൂടെ 11 ആഡ് ചെയ്യുക. ക്ലിയർ ആണോ. ഇത് പഠിച്ചു വെച്ചേക്കുക. മനസ്സിലായോ. ഒരു വർഷം തന്നിട്ട് അതേ കലണ്ടർ അടുത്ത ഏത് വർഷമാണ് വരുന്നതെന്ന് ചോദിച്ചാൽ തന്നിരിക്കുന്ന വർഷത്തിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് റിമൈൻഡർ ശിഷ്ടം കണ്ടുപിടിക്കുക. റിമൈൻഡർ 0 ആണെങ്കിൽ തന്നിരിക്കുന്ന വർഷത്തിന്റെ കൂടെ 28 ആഡ് ചെയ്യുക. റിമൈൻഡർ 1 ആണെങ്കിൽ തന്നിരിക്കുന്ന വർഷത്തിന്റെ കൂടെ 6 ആഡ് ചെയ്യുക. ഇനി റിമൈൻഡർ 2ഓ 3ഓ ആണെങ്കിൽ തന്നിരിക്കുന്ന വർഷത്തിന്റെ കൂടെ 11 ആഡ് ചെയ്യുക. ക്ലിയർ ആണോ. അപ്പൊ നമ്മുടെ ഇവിടെ എന്താ വന്നിരിക്കുന്നത്, റിമൈൻഡർ 1. അപ്പൊ നമ്മുടെ ആൻസർ എന്താ, 2025 പ്ലസ് 6 അല്ലെ. റിമൈൻഡർ 1 ആണ്, സോ 6 ആഡ് ചെയ്യുക. 2031. ക്ലിയർ ആണോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 7 members are living in the family. Q is the daughter of P, B is the brother of R, G is the mother-in-law of A, B is married with A, B is the uncle of Q, D is the father of B. What is the relation of B with respect to P? ഈ ക്വസ്റ്റ്യൻ PSC ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. അതായത് നമ്മൾ പോകുന്ന വഴിക്ക് ഒരു ചെറിയ കൺഫ്യൂഷൻ ഉണ്ടാകുന്നുണ്ട്, അതുകൊണ്ടാണ് അത് ക്യാൻസൽ ചെയ്തേക്കുന്നത്. എന്നാലും ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്യുവാണ്. കാരണം ഇതെങ്ങനെ ബ്ലഡ് റിലേഷനിലെ ക്വസ്റ്റ്യൻസ് എങ്ങനെ ചെയ്യാം എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം.
ബ്ലഡ് റിലേഷൻ ക്വസ്റ്റ്യൻ ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്കിപ്പം ഇവിടെ ബ്രദർ എന്ന് പറഞ്ഞു എഴുതണം, ഡോട്ടർ എന്ന് പറഞ്ഞു എഴുതണം, മാരീഡ് ഹസ്ബൻഡ് ആൻഡ് വൈഫ് എഴുതണം, അങ്കിൾ എഴുതണം, ഫാദർ എഴുതണം, ഇങ്ങനെ ഓരോന്നും നമുക്കൊന്ന് വായിക്കുന്നതിനനുസരിച്ച് നമുക്കതൊന്ന് റെപ്രസെന്റ് ചെയ്യണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഏതെങ്കിലും ഒരു രീതി, അത് നിങ്ങളുടേതായിട്ടുള്ള രീതി നിങ്ങൾ എന്തിനു പഠിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അത് തന്നെ ഫോളോ ചെയ്യുക. ഇപ്പം അത് ആദ്യം ഞാൻ എങ്ങനെ യൂസ് ചെയ്യുന്നതെന്ന് പറയുവാണ്, അതിനനുസരിച്ച് ഞാൻ വായിക്കുന്നത്. അപ്പൊ അത് തന്നെ ഫോളോ ചെയ്യണമെന്നില്ല, നിങ്ങൾ ഏതെങ്കിലും പഠിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഫോളോ ചെയ്യുക. ഇനി പഠിക്കാത്തവരാണ്, ഈ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ഇതൊന്ന് മനസ്സിലാക്കിയിട്ട് ചെയ്താൽ വളരെ എളുപ്പം തന്നെയാണ്. ഓക്കെ, അപ്പൊ നോക്കിയേ, അതായത് ഇപ്പൊ രണ്ടുപേര് ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആണെന്ന് പറഞ്ഞാൽ, ഇപ്പൊ എയും ബിയും ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആണെന്ന് പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ അവരെ മാർക്ക് ചെയ്യും. ഞാൻ പറഞ്ഞാൽ ഇങ്ങനെ തന്നെ മാർക്ക് ചെയ്യണം എന്നല്ല ഞാൻ പറയുന്നത്, ഞാൻ പറയുന്ന രീതി ഒന്ന് പറയുന്നു എന്നുള്ളതേ ഉള്ളൂ. നിങ്ങൾ ഏതെങ്കിലും ഒരു രീതി കൃത്യമായിട്ട് പഠിച്ചു വെച്ചേക്കുക, അതായത് ഓർമ്മ വേണം, ഇങ്ങനെ വരയ്ക്കുന്നത് ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആണ് എന്നുള്ളത് ഓർമ്മ വേണം, എന്നിട്ട് ഇത് ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ ഞാൻ ഇവിടെ ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണെന്ന് ഞാനിപ്പോ പറയുവാണേ. ഇപ്പൊ എയും ബിയും എന്താണ്, ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആണ്. സോ ഞാൻ ഇങ്ങനെയാണ് അവരെ ഡിനോട്ട് ചെയ്യുന്നത്. രണ്ട് പേര് ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആണെന്ന് പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ ഡിനോട്ട് ചെയ്യും. ഇനി ഇവരുടെ മക്കളെ പറ്റി പറഞ്ഞാൽ ഇവരുടെ താഴെയായിട്ട് ഒരു വര ഇട്ടിട്ടായിരിക്കും ഞാൻ മക്കൾ എഴുതാൻ പോകുന്നത്. അതായത് ഇപ്പൊ സിയും ഡി ഇവരുടെ മക്കളാണ് എന്ന് പറയുമ്പോൾ ദാണ്ട സിയും ഡി. ഇനി അതോടൊപ്പം തന്നെ സിയും ഡിയും മക്കളെന്ന്, സിയും ഡിയും സിബ്ലിങ്സ് ആണ് അല്ലെ, സഹോദരങ്ങളാണ്. അല്ലെങ്കിൽ എന്താണ്, സഹോദരിയാവാം സഹോദരനാവാം. അങ്ങനെ സഹോദരി സഹോദരന്മാരെ ഞാൻ കോമയിട്ട് ഒരു റോയിൽ ഇങ്ങനെ ഡിനോട്ട് ചെയ്യും. അതായത് സിയും ഡിയും ഇയും സഹോദരങ്ങളാണ് എന്ന് പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ ഡിനോട്ട് ചെയ്യും, കോമയിൽ ഡിനോട്ട് ചെയ്യും. മനസ്സിലായോ? ഓരോ ജനറേഷനാണ് ഞാൻ ഓരോന്നോരോന്നിട്ട്. ഇവരുടെ മക്കളെന്ന് പറയുമ്പോൾ സിയുടെ മോനാണ് ഇതെന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ ഇവിടോട്ട് താഴെ അല്ലെ, ഓരോ ജനറേഷനും ഞാൻ താഴോട്ട് ഡിനോട്ട് ചെയ്യും. അതേപോലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരെണ്ണം കൂടെ ഉണ്ട്. മെയിൽ ആണെങ്കിൽ ഞാൻ അതിനെ പ്ലസ് ഇട്ട് ഡിനോട്ട് ചെയ്യും, ഫീമെയിൽ ആണെങ്കിൽ ഞാൻ അതിനെ വട്ടമിട്ട് ഡിനോട്ട് ചെയ്യും. ഓക്കെ, അതേപോലെ പിന്നെന്താ, സഹോദരങ്ങൾ ഇങ്ങനെ പറഞ്ഞു, ഭാര്യ ഭർത്താവാണെങ്കിൽ ഇങ്ങനെ പറഞ്ഞു, മെയിലും ഫീമെയിലും ആണെങ്കിൽ പറഞ്ഞു അല്ലെ. അപ്പൊ ഇതേപോലെ റിലേറ്റ്. പിന്നെ അടുത്തത് എന്താണ്, സിയുടെ ഗ്രാൻഡ് ഫാദർ എന്ന് പറയുമ്പോൾ നമ്മൾ ഇതിന്റെ ഇങ്ങോട്ട് മേളിലോട്ട് വേണ്ടിട്ടുണ്ട്. അതിപ്പോ ആരുടെയാണെന്ന് പറയുന്നതിനനുസരിച്ച് അത് ഇട്ടുകൊള്ളുക. ക്ലിയർ ആണോ? അപ്പൊ എങ്ങനെ ഓരോ രീതികളും നമ്മളൊന്ന് പഠിച്ചു വെച്ചേക്കാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇത് വായിക്കുന്നതിനനുസരിച്ച് നമുക്കിത് ചെയ്യാം. അപ്പൊ നമുക്ക് ഈ ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്യാം. ഓക്കെ, 7 മെമ്പേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. Q ഈസ് ദ ഡോട്ടർ ഓഫ് P എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം Q ഈസ് ദ ഡോട്ടർ ഓഫ് P. അപ്പൊ ഇത് ഗേൾ ആണെന്ന് നമുക്കറിയാം. പക്ഷെ P എന്താണ്, ഇപ്പം അമ്മയാണോ അച്ഛനാണോ എന്നുള്ളത് നമുക്ക് അറിയത്തില്ല. ഓക്കെ, അപ്പൊ അത് നമുക്ക് മാർക്ക് ചെയ്യണ്ട. B ഈസ് ദ ബ്രദർ ഓഫ് G, 6 എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ അത് വേറൊരിടത്ത്, ഇവരുമായിട്ട് നമുക്ക് എഴുതാൻ പറ്റുന്നത് ഞാൻ വേറൊരിടത്ത് എഴുതുന്നു, പിന്നെ നമുക്ക് അതിനെ റിലേറ്റ് ചെയ്യാം. ബി എന്ന് പറയുന്നത് എന്താണ്, ഇസ് ദ ബ്രദർ ഓഫ് ആർ. അപ്പം ബി എന്ന് പറയുന്നത് ആണാണെന്ന് നമുക്ക് മനസ്സിലായി അല്ലെ, ബ്രദർ ആണെന്ന് പറഞ്ഞു. സോ അത് മെയിൽ ആണ്, ഞാനൊരു പ്ലസ് ഇട്ടു. ആർ നമുക്കറിയത്തില്ല. ജി ഇസ് ദ മദർ ഇൻ ലോ ഓഫ് എ, എയുടെ മദർ ഇൻ ലോ ആണ് ജി. ഓക്കെ, ഞാനത് നമുക്ക് മാർക്ക് ചെയ്യാം. അതായത് 2 ജനറേഷൻ കഴിഞ്ഞ് വരും അല്ലെ, 2 ജനറേഷൻ അല്ല. ഇപ്പൊ എ എന്ന് പറഞ്ഞാൽ ആരാന്ന് അറിയത്തില്ല, ഹസ്ബൻഡോ വൈഫോ കാണും, അവരുടെ അമ്മയായിരിക്കും ജി എന്ന് പറഞ്ഞ അല്ലെ, അമ്മ. ഓക്കെ, അത് നമുക്ക് വരയ്ക്കാം. Then B is married to A. Okay, അപ്പൊ നമുക്ക് എഴുതാം B is married to A. Okay, B എന്ന് പറയുന്നത് അപ്പൊ എന്താണ്, ബിയുടെ വൈഫാണ് എ എന്ന് പറയുന്നത് ആണല്ലോ, ബി ആണാണല്ലോ, അപ്പൊ ഇത് പെണ്ണാണ്. Then പിന്നെ അപ്പൊ താണ്ട് പറഞ്ഞേക്കുന്നുണ്ട് G is the mother in law of A, എയുടെ മദർ ഇൻ ലോ ആണ്. അപ്പൊ ഇവരുടെ അമ്മയായിരിക്കണമല്ലോ G എന്ന് പറയുന്നത് അല്ലെ, ബിയുടെയും ആറിന്റെയും അവർ സഹോദരങ്ങളായ സ്ഥിതിക്ക് അവരുടെ അമ്മയാണ് G എന്ന് പറയുന്നത്. ഇനി ബി ഈസ് ദ അങ്കിൾ ഓഫ് ക്യൂ, ക്യൂവിന്റെ അങ്കിൾ ആണ് ബി എന്ന് പറയുന്നത് അല്ലെ. അപ്പം നോക്കി, അല്ല സോറി, ബി ഈസ് ദ അങ്കിൾ ഓഫ് ക്യൂ. ക്യൂ, അപ്പൊ ക്യൂ എന്ന് പറഞ്ഞ ഒരാൾ ഈ ഫാമിലി തന്നെ ഉള്ളതാണ് അല്ലെ. പിയുടെ മോളാണ് ക്യൂ എന്ന് പറയുന്നത്, ക്യൂവിന്റെ അങ്കിൾ ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ക്ലിയർ ആണോ? അപ്പം മോസ്റ്റ് പ്രോബ്ലി ഇതിന്റെ മലയാളം ക്വസ്റ്റ്യൻ, മലയാളത്തിലുള്ള വേർഷൻ നമ്മൾ വായിച്ചാൽ അവിടെ ഇങ്ങനെ തന്നെ പറയുന്നുണ്ട്, ബി എന്താണ്, അമ്മാവനാണെന്ന് അല്ലെ. അപ്പൊ അമ്മയുടെ ആങ്ങള എന്നുള്ള രീതിയിൽ പറയാം അല്ലെ. അപ്പൊ അമ്മയുടെ ആങ്ങള അല്ലെങ്കിൽ അങ്കിൾ എന്ന് നമുക്ക് പറയാം. അപ്പൊ ഇവിടെ നമുക്ക് ഈ ആള് ആണാണോ പെണ്ണാണോ എന്ന് അറിയത്തില്ല. നമുക്ക് കൂടുതലും ഇത് അമ്മയാവാനും ഇവര് സഹോദരങ്ങളാവാനുമാണ് സാധ്യത അല്ലെ. അതുകൊണ്ട് തന്നെ
അങ്ങനെ എഴുതി കഴിഞ്ഞാൽ ഇനി അടുത്ത ചോദ്യം ഡി ഇസ് ദ ഫാദർ ഓഫ് ബി. ഓക്കെ, ഇവരുടെ ഫാദർ ആണെന്ന്, അപ്പൊ ഇവരുടെ ഹസ്ബൻഡ് ആണ് ഡി, ഇവരുടെ ഫാദർ ആണെന്ന്. ഓക്കെ, then what is the relation of B with respect to P ആണ്. ബിയുടെ റിലേഷൻ, പിയുമായിട്ടുള്ള റിലേഷൻ ആണ് ചോദിക്കുന്നത്. ബി എന്താണ്? ബ്രദർ ആണെന്ന് നമുക്ക് പറയാം. അതായത് കൂടുതലും പോസിബിലിറ്റി പി എന്താവാനാണ്? മദർ ആവാനാണ്. അതായത് നമ്മൾ ഈ ഒരു ഫാമിലിയിൽ 7 പേരെ ഉണ്ടെന്ന് പറഞ്ഞുള്ളൂ. ഓക്കെ, അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ എന്താണ് ഈ 7 പേര്, ഈ 7 പേരെ നമ്മൾ എഴുതിയിട്ടുണ്ട്. ഇനി ഇതിനൊരു പോസിബിലിറ്റി ഉണ്ടെന്ന് പറഞ്ഞാൽ ബി ഒരു ആണാകാനും പിക്ക് ഒരു ഭാര്യ ഉണ്ടാകും അല്ലെ. അപ്പൊ ആ ഭാര്യയാണ് ബിയുടെ ബ്രദറായിട്ട് വരുവാണെങ്കിലും ഇത് നമുക്ക് അമ്മാവന അല്ലെങ്കിൽ അങ്കിൾ എന്ന് പറയാനായിട്ട് പറ്റും. അതുകൊണ്ടാണ് അവിടെ ഒരു എന്താ പറയാ ബ്രദറിലോ എന്നുള്ളൊരു ഓപ്ഷനും കൂടെ വരാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് ഇവിടുത്തെ ഈ ഒരു ക്വസ്റ്റ്യൻ എന്ത് ചെയ്തത്, ഡിലീറ്റ് ആക്കേണ്ടി വന്നത്. ഇപ്പൊ ഇവിടുത്തെ ക്വസ്റ്റ്യൻ ഈ ക്യൂ ഈസ് ദ എന്താണ് ഡോട്ടർ ഓഫ് പി എന്നോ അല്ലെങ്കിൽ ക്യൂ ഈസ് ദ മദർ ഓഫ് പി എന്നെങ്ങാനും പറയേണ്ടതായിരുന്നു അല്ലെ. മദർ ഓഫ് പി എന്നായിരുന്നു പറഞ്ഞെങ്കിൽ നമുക്ക് കൂടുതലായിട്ട് പറയാൻ പറ്റും. ഇത് എന്താണ് അല്ല, ക്യൂ എന്നല്ല, പി ഈസ് ദ മദർ ഓഫ് ക്യൂ എന്ന് പറഞ്ഞായിരുന്നെങ്കിൽ ഇതൊരു ഫീമെയിൽ ആണെന്നും അമ്മയുടെ ആങ്ങളെയാണ് ബി എന്നും പറയാമായിരുന്നു. ഓക്കെ, അപ്പൊ ഞാനിവിടെ ഇതിപ്പോ ഈ ഒരു ക്വസ്റ്റ്യൻ ഡിലീറ്റ് ചെയ്തതാണ്, അതുകൊണ്ട് തന്നെ നമ്മൾ കറക്റ്റ് ആൻസർ എന്നുള്ള ഒരു പ്രസക്തി ഇവിടെ വരുന്നില്ല. അപ്പൊ ഞാൻ പറയാൻ ശ്രമിക്കുന്നത് ഈ ഒരു രീതിയിൽ ബ്ലഡ് റിലേഷന്റെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കണം. ഓക്കെ, അപ്പൊ ഇതേപോലെ ഏതെങ്കിലും ഒരു എന്താ പറയാ നമ്മൾ ഈ വരയ്ക്കുന്നത് അതൊന്ന് നിങ്ങൾ മനസ്സിലാക്കി വെച്ചിട്ട് അത് ചെയ്യുക. ക്ലിയർ ആണല്ലോ? അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ Raju and Radha starts from same location. Raju traces 5 km east and then 6 km northeast. Radha traces 4 km south and then 4 km southeast. What is the shortest distance between Raju and Radha? അപ്പോൾ ഇതേപോലെ ഡിസ്റ്റൻസിന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം ഈ ഡയറക്ഷൻ ഒന്ന് എഴുതുക. നോർത്ത്, ഈസ്റ്റ്, സൗത്ത്, വെസ്റ്റ്. അതേപോലെ നോർത്തിനും ഈസ്റ്റിനും ഇടയിൽ നോർത്ത് ഈസ്റ്റ്, സൗത്തിനും ഈസ്റ്റിനും ഇടയിൽ സൗത്ത് ഈസ്റ്റ്, സൗത്തിനും വെസ്റ്റിനും ഇടയിൽ സൗത്ത് വെസ്റ്റ്, നോർത്തിനും വെസ്റ്റിനും ഇടയിൽ നോർത്ത് വെസ്റ്റ്. ഓക്കെ, അപ്പം രാജു ആൻഡ് രാധ സ്റ്റാർട്ട് ഫ്രം ദ സെയിം ലൊക്കേഷനിൽ നിന്നാണ് അവർ സ്റ്റാർട്ട് ചെയ്യുന്നത്. രാജു ട്രേസസ് 5 കിലോമീറ്റർ ഈസ്റ്റ് അല്ലെ, ഈസ്റ്റിലോട്ട് 5 കിലോമീറ്റർ പോയി. ആൻഡ് ദെൻ 6 കിലോമീറ്റർ നോർത്ത് ഈസ്റ്റ്. ഇപ്പൊ നോർത്ത് ഈസ്റ്റ് എന്ന് പറയുമ്പോൾ ഈ ഒരു ഇവിടുന്ന് നോക്കിയാൽ നോർത്ത് ഈസ്റ്റ് എങ്ങനെയാണ്, ഇവിടെ അല്ലെ, ഇങ്ങോട്ട് 6 കിലോമീറ്റർ പോയി. ഓക്കെ, then രാധ ട്രേസസ് 4 കിലോമീറ്റർ. അപ്പൊ രാധയും ഇവിടുന്ന് തന്നെ തുടങ്ങി 4 കിലോമീറ്റർ സൗത്തിലോട്ട് പോയി. ആൻഡ് ദെൻ 4 കിലോമീറ്റർ സൗത്ത് ഈസ്റ്റ്. അപ്പൊ ഇങ്ങനെ നോക്കിയാൽ ഇങ്ങോട്ട് അല്ലെ 4 കിലോമീറ്റർ. ഇത് വരയ്ക്കുന്നതിന്റെ പ്രശ്നമാണ്, സ്ട്രേറ്റ് ലൈൻ ആയിട്ട് വരയ്ക്കാം. 4 കിലോമീറ്റർ സൗത്ത് ഈസ്റ്റ്. വാട്ട് ഈസ് ദ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ രാജു ആൻഡ് രാധ? അപ്പം ഇവിടാണ് രാധ നിൽക്കുന്നത്, ഇവിടാണ് രാജു നിൽക്കുന്നത്. ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് അല്ലെ, ഈ ഒരു വരയാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് അല്ലേ. ഓക്കെ, അപ്പം ഇതൊന്നും ഏതാണ്ട് ഇങ്ങനെ ഒരു വര കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യുന്നത്, സാധാരണ അതിനെ ഒരു റൈറ്റ് ട്രയാങ്കിൾ പോലെ വരയ്ക്കും അല്ലെ. ഇത് എച്ചും ഇത് ബിയും ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഇതിപ്പോ എല്ലാന്ന് വിചാരിക്കുക, ഇതാണ് ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ്, ഇത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും അല്ലെ. അപ്പൊ ഇതിപ്പോ ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ അല്ല, കുറച്ചൊന്ന് കൺഫ്യൂസിങ് ആണ്. അതായത് കൺഫ്യൂസിങ് എന്ന് വെച്ചാൽ കുറച്ച് നമുക്ക് ചെയ്യാനുണ്ട്. ഓക്കെ, അപ്പൊ നോക്കിയേ, ഇതിനെ ഞാനൊരു ട്രയാങ്കിൾ പോലെ ആക്കിയാൽ, റൈറ്റ് ട്രയാങ്കിൾ പോലെ നമ്മൾ വരച്ചാൽ ഇതാണ്ട് ഇങ്ങനെ ഇരിക്കും അല്ലെ. അപ്പൊ ഈ ഒരു മെഷർമെന്റും കിട്ടിയാൽ നമുക്കിത് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ ഇതൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നോക്കിയേ, അതായത് നമുക്ക് ഈ ഒരു ലെങ്ത് ഇത് കിട്ടണം അല്ലെ. ഇത്രയും നമുക്കറിയാം, ഇത് 4 കിലോമീറ്ററാ. നമുക്ക് ഇതും കിട്ടണം, ഇതും കിട്ടിയാൽ ഇതാവും അല്ലെ. അപ്പൊ നോക്കിയേ, ഇതിപ്പോ 6 കിലോമീറ്റർ ഇങ്ങനെ വരച്ചിട്ടില്ലേ, ഇതിനെ ഈ 6 കിലോമീറ്റർ ഡയഗണൽ ആയിട്ട് കൺസിഡർ ചെയ്യുന്ന ഒരു സ്ക്വയർ ഞാനിവിടെ വരയ്ക്കുവാണ്. കണ്ടോ, ആ സ്ക്വയറിന്റെ ഒരു സൈഡ് എന്ന് പറയുന്നത് ഈ ഒരു ഇതാണ് അല്ലെ, മനസ്സിലായോ? 6 കിലോമീറ്റർ ഡയഗണൽ ആയിട്ട് വരുന്ന ഒരു സ്ക്വയർ അല്ലെ. അപ്പൊ ഞാൻ അതിന്റെ സൈഡ് എക്സ് എന്ന് കൊടുക്കുന്നത്, അതായത് എല്ലാ സൈഡും എക്സ് ആയിട്ടുള്ള ഒരു സ്ക്വയർ. അപ്പൊ ഇത് എക്സ് ആണ്, ഇത് എക്സ് ആണ് അല്ലെ. അപ്പൊ നമുക്ക് ഡയഗണൽ തന്നിട്ടുണ്ടെങ്കിൽ ഒരു സ്ക്വയറിന്റെ ഡയഗണൽ ഉണ്ടെങ്കിൽ നമുക്ക് അതിന്റെ സൈഡ് കണ്ടുപിടിക്കാൻ പറ്റും. അങ്ങനെ എക്സിന്റെ വാല്യൂ കിട്ടി. ഓക്കെ, അതേപോലെ ഇവിടെയും ഈ 4 കിലോമീറ്റർ ഡയഗണൽ ആക്കിക്കൊണ്ടുള്ള ഒരു സ്ക്വയർ ഇവിടുന്ന് നമുക്ക് കണ്ടുപിടിക്കാം. നിങ്ങൾ നന്നായിട്ട് വരച്ചോണേ. ഈ ഡിജിറ്റൽ പെൻ വെച്ച് വരയ്ക്കുമ്പോഴുള്ള ബുദ്ധിമുട്ട് കൊണ്ടാണ് ഇങ്ങനെ വരയ്ക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ അതാണ്ട്
നമുക്ക് എന്തായിട്ട് ഒരു ഇവിടെ ഈ 4 കിലോമീറ്റർ ഡയഗണൽ ആയിട്ട് വരുന്ന ഒരു സ്ക്വയർ ഇട്ട് അതാണ് ഞാനത് y എന്ന് കൊടുക്കുന്നു അല്ലെ. y ആണ്, എല്ലാ സൈഡും y ആയിട്ടുള്ള ഒരു സ്ക്വയർ. അപ്പൊ ഇത് y ആണ്, അപ്പൊ ഇതും y ആണ്. അപ്പൊ എക്സും വൈയും കിട്ടി കഴിഞ്ഞാൽ എന്താ, ഇത് 4 പ്ലസ് എക്സ് പ്ലസ് വൈ ആണ് ഈ സൈഡ്. ഇതെന്ന് പറഞ്ഞാൽ നോക്കിയേ, ഇത് 5ഉം ഇത് എക്സോട് ചേർത്ത് 5 പ്ലസ് എക്സ് ആണ് ഈ വലിയ വര. ഇവിടുന്ന് ഈ y അങ്ങ് കുറച്ചാൽ നമുക്ക് ഇത്രയും കിട്ടും അല്ലെ. മനസ്സിലായോ? ഇത് മൊത്തത്തിൽ എന്താണ് 5 പ്ലസ് എക്സ് ആണ്. അതിൽ നിന്ന് ഈ ഒരു വൈയുടെ ഭാഗം കുറച്ചാല് നമുക്ക് എന്ത് കിട്ടും, ഇതും കിട്ടും. അങ്ങനെ ഇത് രണ്ടും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇത് എന്താണ്, നമുക്ക് അറിയത്തില്ലേ, റൂട്ട് ഓഫ് ബി സ്ക്വയർ പ്ലസ് എച്ച് സ്ക്വയർ ആണ് എൽ സ്ക്വയർ എന്നുള്ള രീതിയിൽ കിട്ടും. ക്ലിയർ ആണോ? അപ്പൊ നമുക്ക് ആദ്യം എക്സ് കണ്ടുപിടിക്കാം, വൈ കണ്ടുപിടിക്കാം. എക്സ് കണ്ടുപിടിക്കാൻ എന്താ നമുക്കറിയാം, ഒരു സ്ക്വയറിന്റെ ഡയഗണലിന്റെ ഇക്വേഷൻ എന്താ, ഡയഗണലിന്റെ ഇക്വേഷൻ ഇസ് ഈക്വൽ ടു റൂട്ട് 2a ആണ്, അതായത് സൈഡ് ആണ് അല്ലെ. അപ്പൊ ആ സൈഡ് വിൽ ബി ഈക്വൽ ടു എന്താണ്, ഡി ബൈ റൂട്ട് 2. അപ്പൊ ഫസ്റ്റ് ഈ സ്ക്വയർ എടുത്താല് എക്സിന്റെ വാല്യൂ എന്ത് കിട്ടും, 6 ഡയഗണൽ ബൈ റൂട്ട് 2 അല്ലെ. 6 ബൈ റൂട്ട് 2 ഒന്ന് സിംപ്ലിഫൈ ചെയ്ത്, അതായത് നമുക്ക് 3 into 2 എന്ന് എഴുതാം അല്ലെ. റൂട്ട് 2 എന്ന് പറഞ്ഞാൽ റൂട്ട് 2 into റൂട്ട് 2 ആണ്, അറിയാമല്ലോ. റൂട്ട് 2 into റൂട്ട് 2 ആണ് 2 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായിട്ട് റൂട്ട് 2 into റൂട്ട് 2 ഇത് കട്ടായി പോയിട്ട് നമുക്ക് കിട്ടും ഇവിടെ 3 റൂട്ട് 2 എന്ന് കിട്ടും. അങ്ങനെ എക്സ് കിട്ടി. ഇനി അടുത്തത് വൈ കണ്ടുപിടിച്ചേ. വൈ എന്ന് പറയുമ്പോൾ എന്താ, ഡയഗണൽ, അതായത് വൈ എന്ന് നമ്മുടെ സൈഡാണ്. സൈഡ് ഇസ് ഈക്വൽ ടു ഡയഗണൽ ബൈ റൂട്ട് 2 അല്ലെ. ദാറ്റ് ഈസ് 4 ബൈ റൂട്ട് 2 എന്ന് കിട്ടും. ദാറ്റ് ഈസ് 4 എന്ന് പറഞ്ഞാൽ 2 into 2 ബൈ റൂട്ട് 2 ആണ്. ഒരു റൂട്ട് 2 വെച്ച് കട്ട് ചെയ്താൽ റൂട്ട് 2നെ നമുക്ക് റൂട്ട് 2 into റൂട്ട് 2 എന്ന് എഴുതാം. ഇതേപോലെ കട്ട് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, 2 റൂട്ട് 2 എന്ന് കിട്ടും. ക്ലിയർ ആണോ? ഓക്കെ, അപ്പൊ ഈ സൈഡ്, അതായത് ഞാൻ ജസ്റ്റ് ഒരു റെപ്രസെന്റ് ഈ എച്ച് എന്ന് പറഞ്ഞാൽ എന്താണ് കിട്ടുന്നത്, 4 പ്ലസ് എക്സ് പ്ലസ് വൈ അല്ലെ. ആ എച്ച് എന്ന് പറയുന്നത് 4 പ്ലസ് എക്സ് 3 റൂട്ട് 2 പ്ലസ് 2 റൂട്ട് 2 അല്ലെ. ദാറ്റ് ഈസ് 4 പ്ലസ് 5 റൂട്ട് 2 എന്ന് കിട്ടി. ഈ ഒരു ഹൈറ്റ് ആയിട്ടുള്ള ഈ ലെങ്ത്. ഇനി ഈ ബേസ് ആയിട്ടുള്ള ലെങ്ത് എന്തെങ്കിലും എന്താ ചെയ്യേണ്ടത്, ഞാൻ പറഞ്ഞു ഇത് ടോട്ടൽ എന്താണ് 5 പ്ലസ് എക്സ് ആണ് അല്ലെ. ഇത് മൊത്തം നമ്മൾ പറയുവാണെങ്കിൽ 5 പ്ലസ് എക്സ് എന്ന് പറയാം. ആ 5 പ്ലസ് എക്സിൽ നിന്ന് ഈ വൈയുടെ പാർട്ട് അങ്ങ് മൈനസ് ചെയ്ത് കളയുക അല്ലെ. അപ്പൊ നമുക്ക് നോക്കിയേ 5 പ്ലസ്, അപ്പൊ നമ്മുടെ ബേസ് നമുക്ക് പറയാവേ, ഇത് ബി, ഈ ഒരു സൈഡ് എന്ന് പറയുന്നത് എന്താണ്, 5ന്റെ കൂടെ എക്സ് ആഡ് ചെയ്യുക. എക്സ് എത്ര, 3 റൂട്ട് 2. ദെൻ അതിൽ നിന്ന് y മൈനസ് ചെയ്യുക. y എത്ര, 2 റൂട്ട് 2. ക്ലിയർ ആണോ? ദാറ്റ് ഈസ് 3 റൂട്ട് 2 മൈനസ് 2 റൂട്ട് 2 റൂട്ട് 2 അല്ലെ. 5 പ്ലസ് റൂട്ട് 2 ആണ് ബി കിട്ടിയത്. ഇനി നമുക്ക് ഇത് കണ്ടുപിടിക്കാം. എൽ ഇസ് ഈക്വൽ ടു എന്താണ്, എൽ ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ്, അല്ലെങ്കിൽ എൽ സ്ക്വയർ ഇസ് ഈക്വൽ ടു ബി സ്ക്വയർ പ്ലസ് എച്ച് സ്ക്വയർ ആണ് അല്ലെ. എൽ എന്നുണ്ട് പൈതഗോറസ് തിയറം വെച്ച് എൽ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ബി സ്ക്വയർ പ്ലസ് എച്ച് സ്ക്വയർ ആണ്. ബി എത്രയാണ്, 5 പ്ലസ് റൂട്ട് 2. 5 പ്ലസ് റൂട്ട് 2 ദ ഹോൾ സ്ക്വയർ പ്ലസ് എച്ച് എന്താണ്, 4 പ്ലസ് 5 റൂട്ട് 2 ദ ഹോൾ സ്ക്വയർ. ഇനി ഇതിവിടെ ചെയ്യാൻ എന്താണ്, എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ ആണ് ചെയ്യുന്നത്. 5ന്റെ സ്ക്വയർ 25 പ്ലസ് ദെൻ എന്താ റൂട്ട് 2ന്റെ സ്ക്വയർ 2 പ്ലസ് ദെൻ എന്താ എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ എന്താ, എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab. അപ്പൊ 2 into 5 10 റൂട്ട് 2 പ്ലസ്, ഇനി ഇത് അതേപോലെ തന്നെ ചെയ്യുക. 16 പ്ലസ് ഇതെന്താണ് 5 റൂട്ട് 2 ദ ഹോൾ സ്ക്വയർ. 5 സ്ക്വയർ 25, 25 into 2 50 അല്ലെ. 50 പ്ലസ് 2 into 4 8, 8 into 5 40 റൂട്ട് 2. ഓക്കെ, ഇനി ഈ നമ്പേഴ്സ് ആയിട്ടുള്ള എല്ലാം ചെയ്ത റാഷണൽ ആയിട്ട് വരുന്നത് 25 പ്ലസ് 2 27, ദെൻ 16 പ്ലസ് 50 66, 13 93 അല്ലെ. സോ 93 പ്ലസ് 10 റൂട്ട് 2 പ്ലസ് 40 റൂട്ട് 2 50 റൂട്ട് 2. ഓക്കെ, നമുക്ക് തന്റെ പോയിന്റ് ആയിട്ടുള്ള ആൻസർ ആക്കണം. അതായത് റൂട്ട് 2ന്റെ വാല്യൂയും കൂടെ കൊടുക്കുക. എന്താ റൂട്ട് 2ന്റെ വാല്യൂ, ഇപ്പൊ നമ്മുടെ എൽ സ്ക്വയർ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, 93 പ്ലസ് 50 ഇൻറ്റു റൂട്ട് 2 എന്ന് പറഞ്ഞാൽ 1.41. സോൾവ് ചെയ്തേ. 93 പ്ലസ് എന്ത് വരും, 50 ഇൻറ്റു 1.41 ചെയ്താൽ 70.5 എന്ന് വരും. 70.5. സോ 163.5 എന്ന് കിട്ടും എൽ സ്ക്വയർ. നമുക്ക് വേണ്ടത് ആ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ്, ദാറ്റ് മീൻസ് എൽ അല്ലെ. സ്ക്വയർ റൂട്ട് ഓഫ് 163.5 ആണ്. നോക്കിയേ 163, അതിനടുത്ത് വരുന്ന സ്ക്വയറുകളൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. 11 സ്ക്വയർ 121, 12 സ്ക്വയർ വന്നിട്ട് 144,
13 സ്ക്വയർ വന്നിട്ട് 169 അല്ലെ. അപ്പൊ അതിനിടയ്ക്കായിരിക്കും വരുന്നത് അല്ലെ. 144നും 169നും ഇടയ്ക്കാണ് ഈ 163.5 വന്നത്. അതായത് 12 പോയിന്റ് സംതിങ് ആയിരിക്കും. ക്ലിയർ അല്ലേ? അപ്പൊ നമ്മുടെ ഓപ്ഷനിൽ ഒരെണ്ണം അല്ല ഉള്ളത്, 12.80 ആണ് സ്ക്വയർ റൂട്ട് ഓഫ് 163.5. ക്ലിയർ ആണോ? ഈ ഒരു സെറ്റ് ചോദിച്ചത് ഇത് മാത്രമേ ഉള്ളൂ. ഡയറക്ഷൻ സാധാരണ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കാറ്. പക്ഷെ ഇത് കുറച്ചൊന്ന്, അതായത് നമ്മുടെ മെൻസുറേഷൻ സ്ക്വയർ അങ്ങനെയുള്ള ഏരിയയും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ചോദ്യമാണ് ചോദിച്ചത്. ഓക്കെ, മനസ്സിലായോ ചെയ്യുന്നത്? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 6 people are sitting in a row. Y is sitting between X and R. X is sitting next to Z. Z is sitting next to P, who is sitting on the extreme left, and Q is sitting next to R, who are sitting adjacent to X. 6 ആൾക്കാരുണ്ട്. 1 2 3 4 5 6 അല്ലെ. നമ്മുടെ എക്സ്ട്രീം ലെഫ്റ്റ് എന്നൊക്കെ പറയുമ്പോൾ ആ ഒരാളിൽ നിന്ന് പോയാൽ നമുക്ക് ഇച്ചിരി എളുപ്പമായിരിക്കും. ഓക്കെ, ഇപ്പൊ വൈ സിറ്റിംഗ് ബിറ്റ്വീൻ എക്സ് ആൻഡ് ആർ, അതിപ്പോ നമുക്ക് എക്സിനും ആറിനും ഇടയിൽ വൈ ഇരിക്കുന്നു, ഇങ്ങനെ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ അല്ലെ. അല്ലാതെ കറക്റ്റ് പൊസിഷൻ ആയിട്ട് പറയാൻ പറ്റില്ല. ഇങ്ങനെ രണ്ട് പോസിബിലിറ്റി. അപ്പൊ എന്തെങ്കിലും എക്സ്ട്രീം ലെഫ്റ്റിലൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് നോക്കി പോയിക്കോളുക. എന്താ പി ഹു ഈസ് സിറ്റിംഗ് ഓൺ ദ എക്സ്ട്രീം ലെഫ്റ്റ്. അപ്പൊ ലെഫ്റ്റ് എന്റേതാണ് ഇത് അല്ലെ. അപ്പൊ പി അവിടാണ് ഇരിക്കുന്നതെന്ന് മനസ്സിലായി. ഓക്കെ, ദെൻ പിയുടെ പറഞ്ഞടുത്ത് അതിന് പുറകിൽ പറഞ്ഞാണ് ഇസഡ് ഈസ് സിറ്റിംഗ് നെക്സ്റ്റ് ടു പി. ഇസഡ് പിയുടെ തൊട്ടടുത്താണ്. അപ്പൊ ഇങ്ങോട്ട് എന്തായാലും പോകത്തില്ല, ഇങ്ങോട്ടല്ല ഉള്ളു. അപ്പൊ ഇസഡ് ഇവിടാണ് ഇരിക്കുന്നത്. ദെൻ എക്സ് ഈസ് സിറ്റിംഗ് നെക്സ്റ്റ് ടു ഇസഡ്. എക്സ് എവിടെ ഇരിക്കുന്നത്? ഇസഡിന്റെ അടുത്ത്. അപ്പൊ ഇവിടാണ്. പിന്നെ പറഞ്ഞ എന്താണ്? വൈ ഈസ് സിറ്റിംഗ് ബിറ്റ്വീൻ എക്സ് ആൻഡ് ആർ. അപ്പൊ എക്സിനും ആറിനും ഇടയിലാണ് വൈ ഇരിക്കുന്നത്. അതേപോലെ ലാസ്റ്റ് പറയുന്നുണ്ട് ക്യൂ ഈസ് സിറ്റിംഗ് നെക്സ്റ്റ് ടു ആർ. അപ്പൊ എല്ലാരും നമ്മൾ ഇരുത്തി. ഇനി ചോദിക്കുന്നത് എന്താണ്? ഹു ആർ സിറ്റിംഗ് അഡ്ജസന്റ് ടു എക്സ്. എക്സിന്റെ അടുത്തൊക്കെ ഇരിക്കുന്ന ആരാണ്? അടുത്തിരിക്കുന്ന ആരൊക്കെയാണ്? ഇസഡും വൈയും അല്ലെ. ഓപ്ഷൻ എ, ഇസഡ് ആൻഡ് വൈ. ക്ലിയർ ആണോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 4 friends are sharing a plum cake. They decided the oldest friend will get an extra piece of cake. Ram is 2 months older than Raj, who in turn is 3 months older than Jay. Sam is 1 month older than Raj, who should get the extra piece of cake. അപ്പം റാമും രാജും തമ്മിൽ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഹൂ എന്ന് പറയുമ്പോഴത്തേക്ക് ആരാ പറഞ്ഞത്? രാജാണ്. രാജും ജയും തമ്മിൽ പറഞ്ഞിട്ടുണ്ട്. സാമും രാജും തമ്മിൽ. അപ്പൊ ഇതിനകത്ത് ഏറ്റവും വലുതുള്ളത് നമുക്ക് ആദ്യം എടുത്തിട്ട് ബാക്കിയുള്ളത് വേണമെങ്കിൽ നമുക്ക് പോവാം. ഓക്കെ, രാജ് ഈസ് 3 months യങ്ങർ ദാൻ ജയ്. അതായത് ജയ് ആണ് മൂത്തത് അല്ലെ. ജയ് രാജു എടുത്താല് ഇവര് 3 months മൂത്തതാന്ന് പറയുന്നുണ്ട്. പിന്നെ ആരെ പറ്റാ പറയുന്നത് നോക്കി? റാം ഈസ് 2 months older than രാജ്. ഓക്കെ, റാം എന്ന് പറഞ്ഞ ഒരാളുണ്ട്. അത് 2 months ആണ്. റാം റേയെക്കാട്ടിലും 2 months ഓൾഡർ ആണ്. ഓക്കെ, ദെൻ സാം ഈസ് 1 month older than. രാജിനെക്കാട്ടില് സാം 1 month ഓൾഡർ ആണ്. ഓക്കെ, അപ്പൊ ഏറ്റവും മൂത്തത് ആരാണ്? ജയ് ആണ്. അപ്പൊ ഹൂ ഷുഡ് ഗെറ്റ് ദ എക്സ്ട്രാ പീസ്. അപ്പൊ അതായത് ഏറ്റവും മൂത്താക്കാണ് എക്സ്ട്രാ പീസ് കിട്ടുന്നത്. അപ്പൊ ആർക്കാ കിട്ടുന്നത്? ജയ്ക്ക്. ഓപ്ഷൻ സി. ക്ലിയർ ആണോ? ഓക്കെ, അപ്പൊ ഇന്ന് ഇതിനകത്ത് ചെയ്ത ഈ റീസണിംഗ് പാർട്ടിലെ ചെയ്ത ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് മനസ്സിലായോ? എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റിലൂടെ ചോദിക്കാം. അപ്പൊ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.